ദിവസവും ഇവിടെ നടക്കുന്ന സമൂഹത്തിലെ തിന്മകൾക്കെതിരെ നന്മകൾക്ക് അനുകൂലമായി കാവ്യം രചിക്കുന്ന സർ ശ്രീ സോഹൻ റോയിയോടൊപ്പം സ്വീകരിക്കാൻ കഴിഞ്ഞ സന്തോഷം. ഒരുപാട് സന്തോഷം. ജനിച്ചു വളർന്ന മണ്ണിൽ വെച്ചിട്ട് ഇതുപോലൊരു പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട്. ഞാൻ 100-ലേറെ സിനിമ റിലേറ്റഡ് ഈവന്റ്സ് നടത്തിയ വ്യക്തിയാണ്. പക്ഷെ കേരളത്തിൽ ഇതുവരെ ഒരു സിനിമാ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. പക്ഷെ അത് ഞാൻ വന്നേക്കുന്നത് ഏറ്റവും റിസ്ക് എടുത്തിട്ടാണ് വന്നേക്കുന്നത്. ദുബൈയിൽ അറിയാലോ, എല്ലാ ഫ്ലൈറ്റ്സും ക്യാൻസൽഡ് ആണ്. ഇന്ന് നൈറ്റ് ഇത് കഴിഞ്ഞാൽ അവിടെ പോവുകയാണ്. കിട്ടുമോ ഇല്ലയോ എനിക്ക് പോലും അറിയില്ല. ബ്ലിസി സാറിന്റെ മോളുടെ കല്യാണം പോലെ എനിക്ക് മിസ്സായി. ഈ ഫ്ലൈറ്റിന്റെ ഇഷ്യൂ കാരണം വരാൻ പറ്റിയില്ല. പക്ഷെ നാട്ടിൽ ഈ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. വരുമ്പോൾ ഒരു സമ്മാനം തിരിച്ചു കൊടുക്കട്ടെ. കാര്യം എൻ്റെ കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ മെയിൻ ആയുധം തൂലിയാണ്. അപ്പൊ ഞാൻ കുറേ വർഷമായിട്ട് വിചാരിക്കുന്നത്, ഞാൻ ആർക്ക് പഠിക്കുന്നു ചോദിച്ചാൽ തിക്കുറി സാർ പഠിക്കുകയായിരുന്നോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം ഞങ്ങൾ തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. പുള്ളി 100-ലേറെ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഞാൻ 100-ലേറെ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. 22 വർഷം മുമ്പ് മഞ്ചേരി എൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. വിരഹ തമ്പുരു എന്ന് പറഞ്ഞ് ഒരു ഗാനം പാടിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുക. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഓസ്കാറിലേക്ക് പോയ 3 ഗാനം ഞാനാണ് എഴുതിയത്. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ സാമ്യം ഈ ചൊറിച്ചുമല്ലൽ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. പുള്ളി അതിന്റെ ആശാനായിരുന്നു. മറിച്ചു ഇല്ല എന്ന് പറയും, മനസ്സിലായി. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ പുള്ളിക്കൊരു സ്വഭാവമുണ്ട്, ആൾക്കാർക്ക് പേരിടല്. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു സ്വഭാവം. അധ്യാപകർക്കാണ് കൂടുതലിട്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തിന് സമർപ്പിക്കണമല്ലോ എന്ന് കരുതി നമ്മുടെ ആയുധം എഴുത്താണ്. ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. നാളത്തെ എൻ്റെ അണുകവിതയായിട്ട് ഇന്നത് റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പേര് ചൊറിച്ചുമല്ലൻ. ചൊറിച്ചുമല്ലൻ ജീവിത നൗകയിലാടി തിമിർത്തവൻ, ജീവിതം മാതൃകയാക്കി ജ്വലിച്ചവൻ, ജീവതാരങ്ങൾക്കു നാമങ്ങളേകിയോൻ, ജാരനേം മാരനേം ചൊല്ലി മറിച്ചവൻ.